Dear students, welcome all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അവസാനം സംസാരിച്ചു വെച്ചിട്ടുള്ളത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഒക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് മോഷനാണ്. അതായത് ഓൾ അബൌട്ട്സ് ഗ്രാഫ്സ്. ഗ്രാഫിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ചില പ്രിലിമിനറി ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അത് നമ്മൾ ആദ്യം അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു മാത്തമാറ്റിക്സിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈന് ഇപ്പോൾ നോക്കും, സ്ട്രെയിറ്റ് ലൈൻ, അതുപോലെ സർക്കിൾ, ദെൻ പരാബോള, ദെൻ എലിപ്സ്. ഇതിനൊക്കെ മാത്സിൽ എന്തുണ്ട്, ഓരോ ഇക്വേഷൻസ് ഉണ്ട്. ഇതിനെല്ലാത്തിനും ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ y = mx+c എന്നാണ്. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പഠിക്കും. സർക്കിളിൻ്റെ ഇക്വേഷൻ x² + y² = റേഡിയസ് സ്ക്വയർ എന്നാണ്. പരാബോള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നിങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക പരാബോള ആയിരിക്കും. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. y = ax² + bx+c. അതിൽ ക്വാഡ്രാറ്റിക് ആയാൽ മതി. ക്വാഡ്രാറ്റിക് ആവുമെന്ന് പറഞ്ഞാൽ x² ഉള്ള ടേം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാബോള കിട്ടും. അതായത് x ഇവിടെ 0 ആയാലും c 0 ആയാലും ഒക്കെ നിങ്ങൾക്ക് എന്താണ് കിട്ടുക, പരാബോള. x² ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാബോള അവൈലബിൾ ആയിരിക്കും. ദെൻ എലിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എലിപ്സ് പരാബോളൻ്റെ ഷേപ്പ് എന്താ? പരാബോള നോക്കുക, ഈ രൂപത്തിലുള്ളതിനാണ് നമ്മൾ പരാബോള. അത് ഇങ്ങനെ വരാം, ഇത് നമ്മൾ എബൌട്ട് എക്സ് ആക്സിസിൽ വരാം, പല രൂപത്തിൽ. അതിൻ്റെ ഡീറ്റെയിലേക്കൊക്കെ നമുക്ക് പോവാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. x² / a² + y² / b² = 1. ഇതാണ് എലിപ്സിൻ്റെ ഇക്വേഷൻ. എലിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിള്. ഇത് നോക്കൂ, സർക്കിളിൻ്റെ രണ്ട് മുകളിലും താഴെ നിന്നിട്ട് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ നമുക്ക് നോക്കുക, എലിപ്സ് കിട്ടും. സർക്കിളിൻ്റെ മുകളിലും താഴെ നിന്ന് അമർത്തിയാൽ നമുക്ക് എലിപ്സാണ് കിട്ടുക. ഇതാണ് എലിപ്സ്. അപ്പോൾ എലിപ്സിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമുക്ക് വരാനുണ്ട്, അവിടെ നമ്മൾ സംസാരിക്കുക. ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ സ്ട്രെസ് ചെയ്യാണ്. ഒന്ന് ഈ ഇക്വേഷൻ, അതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഗ്രാഫ് വെച്ച് നമുക്ക് പരാബോള കിട്ടും. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളിതിൽ സ്ട്രെസ് ചെയ്യേണ്ടത്. ഈ y = mx+c എന്ന് പറയുന്ന സമയത്ത് നോക്കൂ, യഥാർത്ഥത്തിൽ ഇതിൽ y ആരാണ്, m, x, c ആരാന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ ഒരു ഗ്രാഫ് ഞാൻ ഇവിടെ കാണിക്കുകയാണ്. നോക്കൂ, ദിസ് ഈസ് x ആക്സിസ്, y ആക്സിസ്, y ആക്സിസ്. നമുക്ക് നോക്കൂ, ഒരു ഗ്രാഫ്, സപ്പോസ് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയെന്ന് കരുതാം. അപ്പോൾ ഇതിൽ ഗ്രാഫിൽ y ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അത് ഗ്രാഫിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിൽ ഒരു എക്സിൻ്റെ വാല്യൂ ഉണ്ടാവും. ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ m × x + c കൂട്ടിയാൽ മതി എന്നാണ് ഈ സംസാരിച്ചത്. അപ്പോൾ ഇനി ഇതിൽ m ആരാ c ആരാന്ന് നമുക്ക് നോക്കാം. ഇതിൽ m എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫാണ്, ഗ്രാഫിൻ്റെ സ്ലോപ്പ്. അപ്പോൾ m നമ്മൾ പറയാം സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. m ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. സ്ലോപ്പിനെ പറ്റി ഞാൻ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ സ്ലോപ്പിലേക്ക് അവിടെ എത്തട്ടെ, അത് ഞാൻ പറയാം. ഞാൻ തൊട്ടടുത്ത പേജിൽ സംസാരിക്കുക. സി ആരാന്ന് നോക്കാം. സി എന്ന് പറഞ്ഞത് നോക്കൂ, ഈ ഗ്രാഫിനെ നിങ്ങൾ ഗ്രാഫ് y ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ ഇതിവിടെ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ടച്ച് ചെയ്യുന്നില്ല, നമുക്കിങ്ങനെ എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇതാണ് സി, ഇത് സി ആണ്. അപ്പോൾ ഗ്രാഫ് y ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൻ്റെ പേരാണെന്ത്? സി. അപ്പോൾ ഈ സീനെ നമ്മൾ വിളിക്കൽ y ഇൻ്റർസെപ്റ്റ് എന്നാണ്. സി ഈസ് കോൾഡ് y ഇൻ്റർസെപ്റ്റ് എന്നാണ് നമ്മൾ സിക്ക് വിളിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ m സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്, സി y ഇൻ്റർസെപ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് വളരെ വിശദമായിട്ട് സ്ലോപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സ്ലോപ്പിലേക്ക് പോകാൻ നോക്കാം. സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്, സ്ലോപ്പ്. ഇപ്പോൾ നോക്കൂ, ഇത് ഒരു ഗ്രാഫ് നമുക്കിവിടെ കിട്ടി. സപ്പോസ് ഇത് എക്സ് ആക്സിസ്, ഇത് y ആക്സിസ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് എനിക്ക് കാണേണ്ടത്. സ്ലോപ്പ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഗ്രാഫിൻ്റെ
താഴെ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ മാർക്ക് ചെയ്യാം. റൈറ്റ് ആംഗിളുടെ 90 ഡിഗ്രി ഇരിക്കുന്നത്. അതിന് നമുക്ക് പേരിടാം ABC എന്ന് ഞാൻ പേരിട്ടു. എന്നിട്ട് ഈ CB എന്ന് പറഞ്ഞത് നോക്കൂ, ഈ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള പാർട്ടാണ് അല്ലേ. ഇത് എക്സ് ആക്സിസിന് പാരലാണല്ലോ അത്. അപ്പോൾ എക്സ് ആക്സിസിന് പാരലാണ് CB. അപ്പോൾ ഇത് CB ആണ്. അപ്പോൾ ഇതിനെ എക്സ് ആക്സിസിൻ്റെ കഷ്ണം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. എക്സ് ആക്സിസിൻ്റെ കഷ്ണം. അപ്പോൾ അതിനെന്താ വിളിക്കുക? ഡെൽറ്റ എക്സ്, എക്സിൻ്റെ കഷ്ണം. ഇനി AB എന്താ? വൈ ആക്സിസിന് പാരലാണ്. AB വൈ ആക്സിസിന് പാരലാണ്, ലൈക്ക് ദിസ് AB. ഇതിനെ ഞാൻ ഡെൽറ്റ വൈ എന്ന് വിളിക്കുകയാണ്. ഡെൽറ്റ വൈ. AB വൈ ആക്സിസിന് പാരലാണ്, അതിനെ നമുക്ക് ഡെൽറ്റ വൈ എന്ന് നമുക്ക് വിളിക്കാം. ഡെൽറ്റ വൈ. ഈ ആംഗിള് ഞാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. ആംഗിൾ തീറ്റ. ഇനി സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ദിസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ദിസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഡെൽറ്റ വൈ ബൈ വൈ ആക്സിസിന് പാരലായിട്ടുള്ള സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള സെഗ്മെൻറ്റ്. മാത്രമല്ല നോക്കൂ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾ ടാൻ തീറ്റ കണ്ടു നോക്ക്. ടാൻ തീറ്റ ആരാ? ഓപ്പോസിറ്റ് സൈഡ്. അതും ആരാ? ഡെൽറ്റ വൈ. ഡിവൈഡഡ് ബൈ നോക്കൂ അഡ്ജസൻറ്റ് സൈഡ്, അതാരാ? ഡെൽറ്റ എക്സ്. എന്ന് വെച്ചാൽ ടാൻ തീറ്റ, ഈ ആംഗിൾ അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടാലും മതി, ടാൻ തീറ്റ കണ്ടാലും മതി. ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ വൈ ആക്സിസിന് പാരലായിട്ടുള്ള പോർഷൻ ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള പോർഷൻ. അല്ലെങ്കിൽ ടാൻ തീറ്റ കണ്ടാൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. സ്ലോപ്പ് മനസ്സിലായല്ലോ. ഇനി ഗ്രാഫിന് നമുക്ക് പോസിറ്റീവ് സ്ലോപ്പ് ഉണ്ട്, നെഗറ്റീവ് സ്ലോപ്പ് ഉണ്ട്, സീറോ സ്ലോപ്പ്, ഇൻഫിനിറ്റ് സ്ലോപ്പൊക്കെ ഉണ്ട്. അതിനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൽ നോക്കൂ, യെസ്, ഈ ഫസ്റ്റ് ഗ്രാഫ് നോക്കൂ. ഇതാണ് പോസിറ്റീവ് സ്ലോപ്പ്, എക്സ് വൈ. ഇത് പോസിറ്റീവ് സ്ലോപ്പ്. നോക്കൂ, ഇവിടുന്ന് ഈ ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്ത്? ഇത് സീറോ സ്ലോപ്പാണ്. ഇവിടുന്ന് മുകളിലേക്കാണ് വരുന്നതെങ്കിൽ ഇതാണ് പോസിറ്റീവ് സ്ലോപ്പ്. ഇവിടുന്ന് താഴോട്ട് വരികയാണെങ്കിൽ ഇത് നെഗറ്റീവ് സ്ലോപ്പ്. മനസ്സിലായല്ലോ? സീറോ, പോസിറ്റീവ്, നൗ നെഗറ്റീവ് സ്ലോപ്പ്. അപ്പോൾ ഇത് നോക്കൂ, ഗ്രാഫ് നോക്കൂ, ഇത് പോസിറ്റീവ് സ്ലോപ്പാണ്, ഇത് പോസിറ്റീവ് സ്ലോപ്പ്. നോക്കൂ, ഇതാണ് നെഗറ്റീവ് സ്ലോപ്പ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്ലോപ്പ് കണ്ടെത്താവുന്നതാണ്. ആ പോസിറ്റീവ് സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ്. ക്ലിയർ ആണല്ലോ? ഒക്കെ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നൗ സി, ഇത് സീറോ സ്ലോപ്പ്. കാരണം ദ ലെവലിലാണ് നിൽക്കുന്നത്, സ്ലോപ്പ് ഇല്ല. കാരണം ഡെൽറ്റ വൈ സീറോ ആണ് അല്ലേ. ഇതിനെങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണിക്കണ്ടോ? ഡെൽറ്റ വൈ ഇല്ല, ഡെൽറ്റ വൈ സീറോ ആണ്, അതുകൊണ്ട് സ്ലോപ്പ് സീറോ ആണ്. ഇവിടെ നോക്കി, ഇത് ഇൻഫിനിറ്റ് സ്ലോപ്പാണ്. ഡെൽറ്റ വൈ ഇൻഫിനിറ്റി എവിടെ? അതുകൊണ്ടാണ് അല്ലേ ഡെൽറ്റ എക്സ് ഇല്ലതാണ്. അപ്പോൾ നോക്ക്, ദിസ് ഈസ് ഇൻഫിനിറ്റ് സ്ലോപ്പാണ്. അപ്പോൾ സീറോ സ്ലോപ്പ്, ഇൻഫിനിറ്റ് സ്ലോപ്പ്, പോസിറ്റീവ് സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളവിടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ പ്ലോട്ട് ചെയ്ത് നമുക്ക് പരാബോള കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ y = 4x². ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ എന്താ? ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇവിടെ B0 നമ്മുടെ ax² + bx + c. അതിൽ ഇവിടെ b എന്താ? B0, c എന്താ? C0. അയ്യരിച്ച് കുഴപ്പമുണ്ടോ? ഇല്ല. x² ഉണ്ടായാൽ മതി. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ആണ്. ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? പരാബോള. അത് നിങ്ങൾക്ക് ചെറിയൊരു ഓർമ്മ ഉണ്ടായാൽ മതി. നമുക്ക് അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകാം. ഇനി നമ്മളതിൻ്റെ ഫിസിക്സിലെ ഗ്രാഫിലേക്കാണ് പോകുന്നത്. നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ നമ്മൾ എക്സ് എന്നുള്ള സിമ്പിളാണ് കൊടുക്കുക, ടൈമിന് ടി. അപ്പോൾ എക്സ് ടി ഗ്രാഫ് എന്ന് നമ്മളതിനെ വിളിക്കും. എന്താ പൊസിഷൻ ടൈം ഗ്രാഫ്? എ ഗ്രാഫ് വിത്ത് പൊസിഷൻ അലോങ് എക്സ് ആക്സിസ്. ടൈം അലോങ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ നമ്മൾ ടൈമും വൈ ആക്സിസിൽ പൊസിഷനും പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിനാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വിളിക്കുക. ഇനി നിങ്ങളിത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് എന്നൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ആക്സിസിൽ ആരാണെന്ന് മാർക്ക് ചെയ്താൽ മതി. ഇവിടെ എക്സിൽ ആരാണ്? ടൈം. വൈയിൽ ആരാണ്? പൊസിഷൻ. പൊസിഷനാണ് എക്സ് അല്ല, എക്സ് ആക്സിസിൻ്റെ എക്സ് അല്ലത്, ഇത് പൊസിഷൻ്റെ എക്സ് ആണ്. അപ്പോൾ ടൈം അലോങ് എക്സ് ആക്സിസ്, പൊസിഷൻ അലോങ് വൈ ആക്സിസ്. ഇതാണ് ആര്? പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ്. നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഗ്രാഫ്. സ്റ്റേഷനറി കേട്ടോ, എ ആണ് കേട്ടോ, ഇവിടെ ഇ അല്ല.
ഈ ആകുമ്പോൾ നമ്മുടെ സ്റ്റേഷനറി ഷോപ്പാവും. അപ്പോൾ സ്റ്റേഷനറി ഒബ്ജക്റ്റ്, റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിൻ്റെ, അതാണ് സ്റ്റേഷനറി എന്ന് പറഞ്ഞത്. റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, അത്തരം ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. ആ ഫിക്സ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ നോക്കൂ, ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് മാർക്ക് ചെയ്തു. ഇത് എൻ്റെ ഒറിജിനാന്ന് വിചാരിക്കും, ഒറിജിൻ. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നോക്കി, അപ്പോൾ ഇവിടുന്ന് സെർട്ടൻ ഡിസ്റ്റൻസ് അകലെ ഉള്ളത്. അപ്പോൾ നോക്കുക, ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, ഇത്ര ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. പിന്നെയും നോക്കി കുറച്ച് കഴിഞ്ഞ സമയം, അപ്പോഴും ഇവിടെ ഉള്ളത് അവിടെ തന്നെ ഉള്ളത്. പിന്നെ അല്പസമയത്തിന് ശേഷം വീണ്ടും നോക്കി, അപ്പോഴും അവിടെ തന്നെ. പൊസിഷനിൽ മാറ്റില്ല, കാരണം സ്റ്റേഷനറിയാണ്, റെസ്റ്റിലാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്താ കിട്ടുക? യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ടൈം ആക്സിസിന് പാരലായ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ടൈം ആക്സിസിന് പാരലായ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആ പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണ്? സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ കിട്ടുക? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. മനസ്സിലായോ? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഓക്കെ, അടുത്തത്. അപ്പോൾ സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് കിട്ടി, സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. അടുത്ത് നോക്കൂ, യൂണിഫോം മോഷൻ്റെ എച്ച് ടി ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. യൂണിഫോം മോഷൻ്റെ വേറെ പേരെന്താ? യൂണിഫോം കമോൺ വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയാണ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഓരോ സെക്കൻഡിലും 2 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ അർത്ഥം. 2 മീറ്റർ ഇൻ എവറി 1 സെക്കൻഡ് എന്നാണ് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അത് നോക്കൂ, ടൈം അലോങ് എക്സ് ആക്സിസ്, പൊസിഷൻ അലോങ് വൈ ആക്സിസ്. ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ തന്നെ വീണ്ടും കിട്ടുക, പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുക. യെസ്, എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് മനസ്സിലായല്ലോ. ദിസ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. ഇതെങ്ങനെ കിട്ടുന്നതെന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് എക്സ് ടി ഗ്രാഫാണ്. എക്സ് ടി ഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തത് നിങ്ങളുടെ നോട്ട്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് പറഞ്ഞാൽ ഇനീഷ്യലി ടി സിക്കലും 0 ആണെങ്കിൽ പൊസിഷനും 0 ആക്കി എടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. അത് നമുക്ക് എവിടെ എടുക്കാം? ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത 1 സെക്കൻഡിൽ നോക്കൂ, 2 മീറ്റർ ട്രാവൽ ചെയ്തു. ഈ എക്സാമ്പിളിൻ്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. അപ്പോൾ 2 മീറ്റർ. അടുത്ത 1 സെക്കൻഡിൽ ഇത് വീണ്ടും 2 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ ഓൾറെഡി പൊസിഷൻ 2-ലുള്ളത്, പിന്നെ 2 മീറ്റർ കൂടി ട്രാവൽ ചെയ്താൽ 4-ലെത്തി. അടുത്ത 1 സെക്കൻഡിൽ, അതായത് 2-ന്ന് 1 സെക്കൻഡ് കൂടിയ 3, അപ്പോൾ 1 സെക്കൻഡിൽ പിന്നെയും 2 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ 4 + 2 6 കിട്ടി. മനസ്സിലായോ? ഈ രൂപത്തിൽ നമ്മൾ ചെയ്താൽ നമുക്ക് ഈ ടിയും എക്സും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ ഈ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താവുന്ന കാര്യമാണിത്. നോക്കൂ, 0 ടൈമിൽ 0. ഓക്കെ, 1 സെക്കൻഡിൽ 2 മീറ്റർ. അപ്പോൾ നോക്കൂ, 1 സെക്കൻഡിൽ 2 മീറ്റർ. 2 സെക്കൻഡിൽ നോക്കൂ 4 മീറ്റർ. അപ്പോൾ 2 സെക്കൻഡിൽ നോക്കൂ 4 മീറ്റർ. അപ്പോൾ ഇത് 4. 3 സെക്കൻഡിൽ നോക്കൂ 6 മീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരിക, ഇതാ ഇവിടെ ഉണ്ടാവും. ഇത് ഈ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കേണ്ടതാണ് ഗ്രാഫ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഗ്രാഫിൻ്റെ ഷേപ്പ് അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നില്ല. ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യം, ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യം നമുക്കിവിടെ ഇല്ല. നമ്മളിപ്പോൾ ശരിക്കും ഗ്രാഫിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയുടെ യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. സ്ലോപ്പോട് കൂടിയ സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആകെ ഒരു ഗ്രാഫിനെ കുറിച്ചാണ് നമ്മൾ ഒരു ഗ്രാഫ് ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ, പൊസിഷൻ ടൈം ഗ്രാഫ്. അതിൻ്റെ വ്യത്യസ്ത കേസസ് ആണ് ഇപ്പോൾ പറയുന്നത്. അതിൽ 2 കേസ് പറഞ്ഞു. നൗ 3rd കേസ് നോക്കൂ, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. ആക്സിലറേഷൻ നമുക്കറിയാം, പോസിറ്റീവ് ആക്സിലറേഷൻ ഉണ്ട്, നെഗറ്റീവ് ആക്സിലറേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ പോസിറ്റീവ് ആക്സിലറേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പോസിറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേറ്റഡ് മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ് മറക്കരുത്. ആക്സിലറേറ്റഡ് മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ച് ആദ്യമേ മനസ്സിലാക്കിക്കൊള്ളുക. അതെപ്പോഴും എന്തായിരിക്കും? പരാബോള ആയിരിക്കും നമുക്ക് ഗ്രാഫ് കിട്ടുക. പോസിറ്റീവ് ആക്സിലറേഷൻ്റെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു കഴിഞ്ഞാൽ പോസിറ്റീവ് ആക്സിലറേഷൻ്റെ ഗ്രാഫ് നോക്കുക, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, ലൈക്ക് ദിസ്. ഇങ്ങനെ പരാബോളയാണ് പോസിറ്റീവ് ആക്സിലറേഷൻ. ഓക്കെ,
ഇനി ഇത് പലപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഓപ്ഷൻ കൂടി ഇട്ടത്. പകരം ഇത് നോക്കൂ, ഇതിൻ്റെ പിന്നെ പകുതി ഭാഗമാണ് പലപ്പോഴും കാണിക്കില്ല. എന്ന് വെച്ചാൽ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതിൻ്റെ ഗ്രാഫ് നോക്കുക ഈ രൂപത്തിലാണ് കാണിക്കുക. ഇതെന്തത്, ഈ ഗ്രാഫിൻ്റെ സെക്കൻഡ് ഹാഫാണ്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പോർഷനാണ് ഈ വരച്ചിട്ടുള്ളത്, കണ്ടോ. ഇനി അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും വരച്ചാൽ ഈ ഗ്രാഫ് ഫുള്ളായി, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളത് മനസ്സിലാക്കുക, ഇത് പോസിറ്റീവ് ആക്സലറേഷൻ്റെ ഗ്രാഫാണ്. പരാബോളിക് പോസിറ്റീവ് ആക്സലറേഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. പോസിറ്റീവ് ആക്സലറേഷൻ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് മാത്രമല്ല, അതിന് വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, അതിന് ആക്സലറേഷൻ ടൈം ഗ്രാഫൊക്കെ നമുക്ക് വരക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു ഒറ്റ ഗ്രാഫാണ്, അത് പൊസിഷൻ ടൈം ഗ്രാഫ്. അതിനുശേഷം നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് പറയും, അതിനുശേഷം നമ്മൾ ആക്സലറേഷൻ ടൈം ഗ്രാഫ് പറയും. നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. വ്യത്യസ്ത മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫുകളാണ് സംസാരിക്കുന്നത്. രണ്ട് മോഷൻ ഓൾറെഡി പറഞ്ഞു, മൂന്നാമത്തതാണ്. രണ്ട് മോഷനിൽ ഒന്ന് സ്റ്റേഷനറി ഒബ്ജക്റ്റ്, രണ്ട് യൂണിഫോം വെലോസിറ്റി. പിന്നെ യൂണിഫോം ആക്സലറേഷൻ ആണ് ആക്സലറേറ്റഡ് മോഷൻ. അതിലെ പോസിറ്റീവ് ആക്സലറേഷൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ സംസാരിച്ചത്. പരാബോളയാണ്. ആക്സലറേറ്റഡ് മോഷനാണോ പൊസിഷൻ ടൈം ഗ്രാഫ് പരാബോളയാണ്. പിന്നെ പരാബോളൻ്റെ ഷേപ്പ് മാറും. പോസിറ്റീവ് ആക്സലറേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നെഗറ്റീവ് ആക്സലറേഷൻ നോക്ക്. നെഗറ്റീവ് ആക്സലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് നോക്കൂ, ദ പൊസിഷൻ ടൈം ഗ്രാഫ് നിങ്ങൾക്ക് കിട്ടുക ഈ രൂപത്തിലാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ടാവുക. നെഗറ്റീവ് ആക്സലറേഷൻ പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കൂ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. മനസ്സിലായോ? ഇതാണ് ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. പക്ഷേ ഞാൻ പറഞ്ഞു പലപ്പോഴും എക്സാമിന് ഉണ്ടാവില്ല. നോക്കൂ, ഇതാ ഈ ഒരു ഷേപ്പാണ് കൊടുക്കുക. അപ്പോൾ ഗ്രാഫ് ഉണ്ടോ, ഗ്രാഫിന് ഈ ഷേപ്പ് ഇതാ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് അതിൻ്റെ ഫസ്റ്റ് ഹാഫാണ്. ഇതാണ്ടോ ഇത്രയും പോർഷനാണ് ഈ വരച്ചിട്ടുള്ളത്, ഇത്രയും പോർഷനാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് എച്ച് ടി ഗ്രാഫാണ്, നെഗറ്റീവ് ആക്സലറേഷൻ്റെ എച്ച് ടി ഗ്രാഫാണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ സ്റ്റേഷനറി ഒബ്ജക്റ്റ്, യൂണിഫോം വെലോസിറ്റി, ആക്സലറേറ്റഡ് മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫുകൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്കതിന് അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വെലോസിറ്റി ഫ്രം പൊസിഷൻ ടൈം ഗ്രാഫ്. ഹൗ വിൽ യു ഫൈൻഡ് വെലോസിറ്റി ഫ്രം പൊസിഷൻ ടൈം ഗ്രാഫ്? നോക്കൂ, ഇത് ടൈം, ഇത് പൊസിഷൻ. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിനെ അവിടെ കാണിക്കുകയാണ്. യെസ്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ്. 0 ടൈമിൽ തന്നെ അതിനൊരു വെലോസിറ്റി ഉണ്ട്. പിന്നെ എങ്ങനെ ഉണ്ടാകും? യൂണിഫോം സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ആണല്ലോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം അതെന്താ, യൂണിഫോം വെലോസിറ്റിയാണ്. ഓക്കെ, ഇതിൽ നിന്ന് വെലോസിറ്റി എങ്ങനെ കണ്ടെത്തുന്ന? ആ വെലോസിറ്റി കണ്ടെത്താൻ നമുക്ക് ഗ്രാഫിൽ നിന്ന് നമുക്കൊരു കാര്യം കണ്ടെത്താൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ട് കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന്, ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ചെക്ക് ചെയ്യുക. സ്ലോപ്പ് എന്തിനാണ് റെപ്രസെൻറ്റ്? രണ്ട്, ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഈ രണ്ട് കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഗ്രാഫിൽ നിന്ന് നമ്മളോട് എന്തെങ്കിലും കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. സ്ലോപ്പും കണ്ടെത്തണം, ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടെത്തണം. അപ്പോൾ സ്ലോപ്പ് കണ്ടെത്താൻ നോക്കൂ, ഈ ഗ്രാഫ് നമ്മൾ വരച്ചു. ഈ സ്ലോപ്പ് കണ്ടെത്തൽ എങ്ങനെ? സ്ലോപ്പ് കണ്ടു നോക്കുക. ഒന്നുകിൽ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് നമ്മൾ ആൻസർ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഏരിയ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടു. സ്ലോപ്പിൻ്റെ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ നമ്മൾ വരച്ചു. എന്നിട്ട് നോക്കൂ, എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള സെഗ്മെൻറ്റ് ഇതാണല്ലോ CB. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ ഇവിടെ ആരാണ്? ടൈമാണ്. അപ്പോൾ ടൈം ആക്സിസിൻ്റെ കഷ്ണമാണ് CB. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് കൊടുക്കുക? ഇതിന് അല്ലെങ്കിൽ ടൈം ആക്സിസിൽ വരുന്ന ആദ്യത്തെ പോയിൻ്റ് ആണല്ലോ ഇത്. അപ്പോൾ T1, രണ്ടാമത്തെ പോയിൻ്റാണിത്, ഇതിന് T2. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ T2, ഇവിടെ മുതൽ ഇവിടം വരെ T1. അപ്പോൾ ഇതാരാ? T2 - T1. അപ്പോൾ ഇതിനെന്താ കൊടുക്കുക? ΔT. ഇനി അതുപോലെ നോക്കുക, ഇവിടെ ABക്ക് പാരലായിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ Y ആക്സിസിന് പാരലാണ്. അപ്പോൾ ഇത് ആരാ? T1 സമയത്തെ പൊസിഷനാണ് കേട്ടോ, T1 സമയത്തെ പൊസിഷൻ. അപ്പോൾ ഇതിനെന്താ പേര്? X1. ഇതെന്താ? T2 സമയത്തെ പൊസിഷനാണ്. അപ്പോൾ അതാരാ? X2. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെയാണ് H2, ഇതുവരെയാണ് X1. അപ്പോൾ ഇതാരാണ്? H2 - X1 എന്ന് വെച്ചാൽ ΔX. ഇനി സ്ലോപ്പ് എങ്ങനെയാണ് കാണുക? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു Y ആക്സിസിന് പാരലായിട്ടുള്ള സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ AB ഡിവൈഡഡ് ബൈ CB. മനസ്സിലാവുണ്ടാവും? CB എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ളത്. Y ആക്സിസിന് പാരലൽ ആരാ? ΔX ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിന് പാരലൽ ആരാ? ΔT. ഇതാരാണ് സാധനം? ΔX ആരാ? ഡിസ്പ്ലേസ്മെൻറ്റ്, ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എന്ന് വെച്ചാൽ ആരാ? വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വെലോസിറ്റി. നൗ യു ഗോട്ട് സ്ലോപ്പ് ഓഫ് വണ്ടർഫുൾ റിസൾട്ട്. സ്ലോപ്പ് ഓഫ് HT graph gives
വെലോസിറ്റി എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. സ്ലോപ്പ് ഓഫ് എച്ച് ടി ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി സ്ലോപ്പ് ഓഫ് എച്ച് ടി ഗ്രാഫ് നമുക്ക് എന്ത് കിട്ടുന്നു? വെലോസിറ്റി കിട്ടുന്നു. വെലോസിറ്റി നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് എച്ച് ടി ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. അപ്പോൾ ഹൗ വിൽ യു ഫൈൻഡ് വെലോസിറ്റി ഫ്രം പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ്? സ്ലോപ്പ് ഓഫ് എച്ച് ടി ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് എച്ച് ടി ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. മനസ്സിലായല്ലോ? ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇതിന്ന് രണ്ട് വെലോസിറ്റിയും കൂടെ കാണണം. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും കാണണം, ആവറേജ് വെലോസിറ്റിയും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടെത്തും. അപ്പോൾ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഒറ്റ ഗ്രാഫ് ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. അതിൻ്റെ വ്യത്യസ്ത കേസ് പൊസിഷൻ ടൈം ഗ്രാഫ് കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അതിൽ രണ്ട് കാര്യങ്ങളും കൂടെ പറയേണ്ടതുണ്ട്. അതായത് ഹൗ വിൽ യു ഫൈൻഡ് ആവറേജ് വെലോസിറ്റി ഫ്രം പൊസിഷൻ ടൈം ഗ്രാഫ്, ഹൗ വിൽ യു ഫൈൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഫ്രം പൊസിഷൻ ടൈം ഗ്രാഫ്. ഈ രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് അതിൽ സംസാരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.